സുജിത്തും ടീമുമാണ് ഇതിന്റെ മുന്നിൽ നിന്ന ആൾക്കാർ അല്ലെ, രണ്ടുപേരുണ്ട്. പിന്നെ ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു? പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് ക്ലബ്ബുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ കേന്ദ്രീകരിച്ച് ഈ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് ഒരു 3-4 ക്ലബ്ബുകളുണ്ട്. അതുപോലെ SNAC ക്ലബ്ബ്, കരീബിയൻസ് ക്ലബ്ബ്, അതുപോലെ മിലീനിയം. അപ്പോൾ ഈ ക്ലബ്ബിലെ കുട്ടികൾ ചേർന്നിട്ട് നമ്മളൊരു മീറ്റിംഗ് കൂട്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുമായിരുന്നു, ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തിയാലോ എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാന പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മലയാറ്റൂർ തടാകം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മളത് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി ഇതിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷം. ഇത്തവണ അതിലും ഗംഭീരമായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ അയലോ പഴം തുറന്നുള്ള ബോർഡ് വന്നത് തന്നെ ഈ വർഷമാണ്. അതുപോലെ ഫൗണ്ടൻസ് വകരെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ, ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വലിയവരുടെ വരെയുള്ള ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതിൽ ജനങ്ങളുടെ മൊത്തം പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലും ഇതിലും ഗംഭീരമായിട്ട് ഞങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നാട്ടുകാരെല്ലാം സപ്പോർട്ട് ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്, കാരണം ഇത്രയും ആൾക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഇല്ല മുന്നിൽ നിൽക്കുന്നവരാണ്. അങ്ങനെയാണ് വേണ്ടത്. ഒരു പോലീസിന്റെ സംരക്ഷണം ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ഇത്രയും ഇവിടെ ശരിക്കും പറഞ്ഞാൽ 10,000-കണക്കിന് ആൾക്കാർ വന്നു. ഒരു സംരക്ഷണവും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഉണ്ടാവും ഇവിടെ. അങ്ങനെ സ്ത്രീകൾ മാറ്റി നിൽക്കുക അങ്ങനെ ഒന്നുമില്ല. ഇവിടെ കുറെ ചേച്ചിമാരുണ്ട്, രാവിലെ വരും. ഇവർ ക്ലീനിങ് ചെയ്യുമ്പോൾ ഇവിടെ ഫുഡ് അവരുടെ വകയായിരിക്കും. അങ്ങനെ എല്ലാം നമുക്ക് എല്ലാ നാട്ടുകാരുടെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ നമ്മളെല്ലാം കമ്മിറ്റിയും